ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് കാണിക്കുന്നത് ഇതുപോലെ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ബിഗിനേഴ്സിനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ഞാനത് മുമ്പേ വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്കും ഷോൾഡറൊക്കെ ഞാൻ 5 ഇഞ്ചാട്ടോ എടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും എടുത്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചും കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സ്ട്രാപ്പ് വരുന്ന രീതിയിലാണ് ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേലെ എത്രയാണോ ലെങ്ത്ത് കട്ട് ചെയ്ത് വിടുന്നത് അതിനേക്കാൾ ഒരു 3/4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസോട് കൂടിയിട്ടാണ് നമ്മൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വരുന്ന ഭാഗം ഇങ്ങനെയാട്ടോ വരുന്നത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ലൈനിങ് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെയാട്ടോ വരുന്നത്. പിന്നെ താഴത്തെ പോർഷന് കുറച്ച് റഫായിട്ടുള്ള ഒരു ഫാബ്രിക് പട്ട് സാരിയുടെ തുണിയായിരുന്നു കേട്ടോ. അമ്മയ്ക്കും മകൾക്കും കൂടെ ഒരു ഗൗണ് പോലെ തയ്ക്കാൻ കൊണ്ടുവന്നതായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനിൽ ഞാൻ ഇതുപോലെ കുറച്ച് പ്ലെയിൻ ആയിട്ടൊരു പോർഷൻ ഉണ്ടായിരുന്നു. അതാട്ടോ ഞാൻ മുകൾ ഭാഗത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വേസ്റ്റ് ഭാഗത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ കേട്ടോ കട്ടിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ മുകളിൽ വെച്ചിട്ട് ഞാൻ ആ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ബോഡി പാർട്ട് ചെസ്റ്റും ഇതൊക്കെ ഞാൻ വീഡിയോയിൽ നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ബോഡി പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണമല്ലോ, ആ രീതിയിലാട്ടോ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് സാരിയുടെ ബോർഡർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 2.25 ഇഞ്ച് വിടുത്ത് വരുന്ന സ്ട്രാപ്പാട്ടോ വരുന്നത്. അതിന് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ബോർഡർ. നമ്മൾ എത്രയാണോ സ്ട്രാപ്പിൻ്റെ വിടുത്ത് വരുന്നത് അതിനനുസരിച്ച് ഒരു 2.25 ഇഞ്ച് വരുന്നുണ്ട്. 2.25 ഇഞ്ചിലാണ് സ്ട്രാപ്പ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങും ഉള്ളിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്റ്റിഫായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ലൈനിങ്ങും ഉള്ളിൽ കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ തിരിച്ചെടുത്തിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇപ്പം നമ്മളവിടെ ഫ്രണ്ടിൽ കണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ആ സ്കാലപ്പിൻ്റെ ഡിസൈന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ആ സ്കാലപ്പിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാനും മാമോൻ ഡോക്ടർ കോംബോ ആണ് സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ സാരിയുടെ മുന്താണി പോർഷനിലെ ഒരു ഭാഗമാട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. എത്രയാണോ നമുക്ക് സ്കാലപ്പ് ലെങ്ത്ത് ഇറക്കം വേണ്ടേ അതിനനുസരിച്ചിട്ട് നമുക്ക് ഫാബ്രിക് എടുക്കാം. ഞാനൊരു പകുതിയിലധികം ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആമോളിൽ നിന്ന് കുറച്ച് താഴെ ഒരു ഇഞ്ച് താഴെ വരുന്ന രീതിയിലാട്ടോ ഞാൻ സ്കാലപ്പിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കാലപ്പിന് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. ലൈനിങ് ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ സ്കാലപ്പ് ഞാൻ ലൈനിങ് തന്നെ മാർക്ക് ചെയ്തിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. 2 ഇഞ്ച് വിഡ്ത്തിൽ 2ആക്കി ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വിഡ്ത്ത് വരില്ല. 1 ഇഞ്ച് വിഡ്ത്തിൽ ഫസ്റ്റ് 1 ഇഞ്ച് കൊടുക്കുക. 1 ഇഞ്ച് പറഞ്ഞാൽ 2ആക്കി ഫോൾഡ് ചെയ്തത് കൊണ്ട് ഫസ്റ്റ് 1 ഇഞ്ച് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ക്യാൻവാസ് വെക്കുന്നില്ല. ക്യാൻവാസ് വെക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഈ സാരി ഫാബ്രിക് ഭയങ്കര റഫാണ്, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക്കാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് വെക്കാണ്ടിരുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് വയ്ക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെക്കണം എന്നൊന്നുമില്ല. ഏത് രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നെക്കാണെങ്കിലും നമുക്ക് ഫോൾഡ് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ 2 ഇഞ്ചിൻ്റെ സെൻറ്ററിൽ താഴെ ഒരു ഇഞ്ച് ഇത് വരുന്നുണ്ടല്ലോ, ആ 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ സ്കാലപ്പ് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് സ്കാലപ്പ് വരഞ്ഞു കൊടുക്കുന്നത്. ആ 1 ഇഞ്ചിലേക്ക് ജോയിൻ്റ് ആവുന്ന പോലെ കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇനി ബിഗിനേഴ്സിന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് പോർഷനാട്ടോ 2 ഇഞ്ചിൻ്റെ അപ്പുറവും വരുന്ന രീതിയിലാട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ഇതേ മാർക്ക് വരും. 1 ഇഞ്ച് വരും. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അത് ആ മാർക്ക് വരുന്നുണ്ടല്ലോ, ആ ഡസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡസ്റ്റ് വരുന്നില്ല, അങ്ങനെ ഒരു മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമുക്കി കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഡസ്റ്റ് ഓപ്പോസിറ്റ് വരുമ്പോൾ അതിലൂടെ നമുക്ക് മാർക്ക് ചെയ്താൽ എല്ലാം സെയിം ആയിട്ട് വരും. എല്ലാ സ്കാലപ്പും ഒരേ ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ മേലെയും താഴെയും നമ്മൾ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ശേഷം ഞാൻ ആ സ്കാലപ്പിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്കാലപ്പിൻ്റെ മുകൾ വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം
ആ ഇതുണ്ടല്ലോ ഫാബ്രിക്, ഓറഞ്ച് കളർ ഫാബ്രിക് വരുന്ന അതിനെ ഞാൻ നല്ല തുണീനെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മുകൾ വശം വരുന്ന രീതിയിലും മുകൾ വശം വരുന്ന രീതിയിലാട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. പിൻ ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ക്യാൻവാസ് ഇല്ലാത്തത് കാരണം ലൈനിങ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. നമുക്ക് കറക്റ്റ് ശേഷം ആ സ്കാൽപ്പ് കൂടെ നമ്മളിങ്ങനെ ആ ഷാർപ്പ് കറക്റ്റായിട്ട് വരുന്ന പോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഇതിലിപ്പോൾ ഞാൻ ഇട്ടതൊക്കെ അധികം സ്കാലപ്പിൻ്റെ. എനിക്കിപ്പോൾ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കിട്ടിയതും സ്കാലപ്പ് മാത്രമായിരുന്നു. അതിൻ്റെ മുമ്പ് കുറേ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. കുറേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കുറേ ഗൗണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ കിട്ടുന്നത് മൊത്തം സ്കാലപ്പ് വർക്കായിരുന്നു. അപ്പം ഇങ്ങനെ കേട്ടോ. ഇത് കസ്റ്റമറെ എനിക്ക് റെഫർ ചെയ്തതൊന്നുമല്ല. ഞാനിങ്ങനെ ഇത് പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ അത് എടുത്ത് സ്റ്റിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവർക്ക് എങ്ങനെയാണോ സാരിയിൽ ബാലൻസ് വരുന്നത് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിങ്ങനെയാണ് വന്നത്. എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. നല്ലൊരു തുണിയായിരുന്നു, നല്ല പുതിയ സാരിയായിരുന്നു, അവർ യൂസ് ചെയ്യാത്ത സാരിയായിരുന്നു. എന്നിട്ട് നമ്മൾ സ്കാലപ്പ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഷാർപ്പ് എൻഡ് വരുന്ന മുകളിലേക്ക് വരുന്ന ആ ഭാഗമൊക്കെ സ്കാലപ്പൊക്കെ മൊത്തം ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. നോച്ചസ് ഇട്ട് കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളിലേക്ക് ഭയങ്കര ഒരു വലിവായിരിക്കും, ഭയങ്കര പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സിനാട്ടോ ഞാൻ പറയുന്നത്. അറിയുന്നവർ ഇതൊന്നും നോക്കണ്ട, അവർക്ക് അറിയുന്ന പോലെ മോഡൽ കണ്ടാൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനറിയും. അപ്പം ഞാനും കുറേ അറിഞ്ഞിട്ടൊന്നുമല്ല പറയുന്നത്. എനിക്ക് ആ മോഡൽ പിൻട്രസ്റ്റിൽ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയിലാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന മോഡൽ ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് പുതിയൊരു മോഡലല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രം. പിന്നെ ഞാനിപ്പോൾ പേൾ പിന്ന് വെച്ചിട്ടാട്ടോ ആ അകത്തേക്കുള്ള ഇപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഫാബ്രിക്കായിരുന്നു അത്. അപ്പോൾ തിരിച്ചിട്ടും അകത്തേക്ക് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് പുറത്തേക്ക് എടുക്കാൻ ഞാൻ പേൾ പിന്ന് വെച്ചിട്ട് ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ ഒരുപാട് ഷാർപ്പായിട്ടുള്ള സാധനമൊക്കെ ഇട്ടിട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. ആ സ്റ്റിച്ച് തന്നെ പോകുന്ന അകത്തുള്ള ആ ത്രെഡും ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാട്ടോ പേൾ പിന്ന് വെച്ചിട്ട് ലൈറ്റായിട്ട് ഞാനൊന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മൊത്തം ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പതിച്ചടിക്കുക എന്ന് പറയില്ല നമ്മൾ, ആ മേലെ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് അവിടെ കിട്ടും. പിന്നെ ഫ്രോക്കിൻ്റെ നല്ല വശമായിട്ട് ഞാനിത് ജോയിൻ്റ് ചെയ്യുന്നില്ല, അവിടെ ഒരു ഓപ്പൺ ആയിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫ്രോക്കിൽ ഞാനങ്ങനെ പിന്നെ ഒരു സ്റ്റിച്ച് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ 4 വശവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. ശേഷം നമ്മളിത് നല്ല പീസുമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. നല്ല പീസുമായിട്ട് ജോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ റെഡിയാക്കാനുണ്ടല്ലോ. അപ്പോൾ സ്ട്രാപ്പൊക്കെ ഒന്ന് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് റെഡിയാക്കാൻ ഞാൻ അത് ബോർഡർ വരുന്ന പീസാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി വരുന്ന രീതിയിൽ നമ്മൾ 2ആക്കി ഫോൾഡ് ചെയ്തിട്ട് നല്ല വശം അകത്തേക്ക് പോകുന്ന രീതിയിൽ, മനസ്സിലായോ? ലൈനിങ്ങും ഫാബ്രിക്കിൻ്റെ ബോർഡറിൻ്റെ ചീത്ത വശവും വെച്ചിട്ട് 2ആക്കി ഫോൾഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ബോർഡറിൻ്റെ നല്ല വശം അകത്തേക്ക് ഫോൾഡ് ആവുന്ന രീതിയിൽ. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ സൈഡ് കൂടെ ഒരു സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് നമുക്കത് തിരിച്ചെടുക്കാം. 1/4 ഇഞ്ച് മതി. ഒരുപാട് ഇതാകുമ്പോൾ നമുക്ക് സ്ട്രാപ്പിൻ്റെ എത്ര വിഡ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഒരുപാട് വിഡ്ത്ത് വേണ്ടവർക്ക് ഒരുപാട് എടുക്കാം. ഞാൻ കുറച്ച് വിഡ്ത്ത്, ചെറിയ കുട്ടിയല്ലേ, 4 to 5 വയസ്സ് വരെ ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാട്ടോ ഇത്. എന്നിട്ട് അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് സ്ട്രാപ്പിനെ തിരിച്ചിട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് അയൺ ചെയ്യുകയൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കും. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഫാബ്രിക്കിൻ്റെ മുകളിൽ ആ ക്യാൻവാസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ലൈനിങ് ആട്ടോ കൊടുക്കുന്നത്. നമ്മൾ സ്ലീവ്ലെസ് അല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ്ലെസ്
സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആമോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരണം. ആമോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം. ശേഷം നമുക്ക് ആ സ്ട്രാപ്പ് അകത്തേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. സ്ട്രാപ്പ് അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചെറുതായിട്ടൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കാരണം തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു ലോക്ക് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതേ രീതിയിൽ അപ്പുറത്തെ സൈഡും അടുത്ത സ്ട്രാപ്പിന് അതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്ത സ്ട്രാപ്പിനെ നമ്മൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് നമ്മുടെ ഷോൾഡർ വരുന്ന നെക്ക് വിഡ്ത്തൊക്കെ നോക്കിയിട്ടാട്ടോ. 2.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 2.25 ആ ഒരു ഡിസ്റ്റൻസിൽ 2.25 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം നെക്കിന്ന് അങ്ങോട്ട് കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ആ മോൾ ഫുള്ള് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് വരുന്ന ഫാബ്രിക്കിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക അകത്ത് ക്ലിയർ ആയിട്ടുണ്ടോ, നീറ്റായിട്ടാണോ സ്റ്റിച്ച് വീണിട്ടുള്ളത് നമുക്കൊന്ന് നോക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ ഒരു ആ ഷാർപ്പ് എൻഡിൽ നമുക്കൊന്ന് ലൈറ്റായിട്ടൊരു സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ ആ സ്ട്രാപ്പിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷനും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഭയങ്കര തിക്കായിരിക്കും. തിരിച്ചിട്ട് കൊടുക്കുമ്പം ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കും. ആ സ്ട്രാപ്പ് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ ഉൾവശം, അവിടെ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ആ സ്ട്രാപ്പിൻ്റെ എക്സ്ട്രാ കുറച്ച് പോർഷൻസ് അകത്തുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഒന്ന് അയൺ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടെ നീറ്റായിട്ട് വരും. അപ്പോൾ അതിന് സ്ട്രാപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവും, കംപ്ലീറ്റ് ആകുമ്പോൾ നീറ്റാവും. നമുക്കൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം അത് കംപ്ലീറ്റ് വ്യൂ എങ്ങനെയാണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അതും പുതിയൊരു വർക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിലും ഹാരി വർക്കൊക്കെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത്, നന്നായിട്ടുണ്ടാവുമോ എന്നറിയാനൊരു നമ്മൾ എത്ര കുറേ വർക്ക് ചെയ്താലും നമ്മൾ പുതിയൊരു വർക്ക് എടുത്ത് ചെയ്യുമ്പം പുതിയ വർക്കാണ് അല്ലെങ്കിൽ കൂടി നമ്മളൊരു ഡെയിലി ചെയ്യുന്ന ഒരു വർക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കാണുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഇതെങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക എന്നുള്ളൊരു അറിയാനൊരു ഇതുണ്ടാവും. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് താഴെ പറയണം കേട്ടോ. കമൻറ്റിൽ പറയണം നിങ്ങൾക്കും അങ്ങനെയാണോ ഫീൽ ചെയ്യാറെന്ന്. അപ്പോൾ ഞാനിതിൻ്റെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ അതിന് മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ട്രാപ്പിൽ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അകത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചിടുന്നത്. കാരണം വീണ്ടും നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ത്രെഡ് തിക്കായിട്ട് നമുക്ക് ആ ഫ്രണ്ടിൽ തന്നെ നന്നായിട്ട് കാണും. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അകത്ത് കഴിവതും നമ്മൾ സ്റ്റിച്ച് ഇൻവിസിബിൾ ആക്കാൻ നോക്കുക. ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചുറ്റും വരുന്ന ബാലൻസ് അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ചുറ്റും വരുന്ന ആ പോർഷനൊക്കെ ഒന്ന് സ്റ്റിച്ച് ഒരു തയ്യലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തയ്യലിട്ട് കൊടുത്തിട്ട് ബാലൻസ് വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എനിക്കിപ്പോൾ കുറേ വീഡിയോ ഒന്നും ഞാനും ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. യൂട്യൂബിൽ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കണം, ഏത് പോർഷൻസ് കറക്റ്റായിട്ട് ഇടണം എന്നൊന്നും അറിയില്ല. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടും സബ് ചെയ്തിട്ടും ഒക്കെ തരണം. കുറേ വീഡിയോസ് വരും കേട്ടോ. കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചതേ ഉണ്ട്. അതൊക്കെ ഞാൻ ഇടും കേട്ടോ. അപ്പം ബാക്ക് പോർഷനും നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ലൈനിങ് മറിച്ചിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റാപ്പിന് അകത്തേക്ക് കയറ്റുക. ഇപ്പം നമ്മൾ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതുപോലെ ഫ്രണ്ടിൻ്റെ നല്ല വശം താഴേക്ക് പോകുന്നതും ബാക്കിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഫ്രണ്ടിൻ്റെ നല്ല വശം
നമ്മൾ താഴേക്കാണ് നമ്മൾ ആ സ്കാലപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തല്ലോ, അത് താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതേപോലെ ഇപ്പോൾ നെക്ക് എങ്ങനെയാണോ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ കറക്റ്റ് ആ 2.75-3 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലാണ് സ്ട്രാപ്പ് വെച്ചിട്ട് ലോക്ക് സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ വെറുതെ ഒരു തയ്യലിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളാണ് വലിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സ്ട്രാപ്പോട് കൂടിയിട്ട് പിരിഞ്ഞു വരും. നമ്മൾ തിരിച്ചിട്ടിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നേക്കാളും നല്ലത് ഇപ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് നീറ്റായിട്ട് ഉണ്ടാവും, നീറ്റായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ആമോളും നമ്മൾ സ്ലീവ്ലെസ് ആണെങ്കിൽ നമ്മൾ ആമോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വെച്ചെങ്കിൽ ആ സ്ലീവ്ലെസ് നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ശേഷം അതിനെ നമ്മൾ വീണ്ടും ഇപ്പോൾ ഫ്രണ്ട് എങ്ങനെയാണോ പതിച്ചടിച്ച് കൊടുത്തത് അതേപോലെ പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. എങ്ങനെയാണോ ഫ്രണ്ടിൻ്റെ നമ്മൾ സ്റ്റിച്ചൊക്കെ സൈഡ് ഷാർപ്പ് എൻഡൊക്കെ വരുന്ന രീതിയിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. നോച്ചസ് ഇട്ട് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ബിഗ്നേഴ്സിനോടാണ് പറയുന്നത്, നോച്ചസ് ഇടാനും മറക്കരുത്. നോച്ചസ് ഇടാതെ നിങ്ങൾ തിരിച്ചു കൊടുത്താൽ അത് നീറ്റായിട്ട് എന്തായാലും കിട്ടില്ല നിങ്ങൾക്ക്. ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചുളിവോ ചുരുക്കോ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്കത് നീറ്റായിട്ട് പെർഫെക്ഷനോട് കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും നമ്മൾ സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. കഴിവതും ഇൻവിസിബിൾ ആക്കുക. ലോക്ക് സ്റ്റിച്ച് ആണെങ്കിലൊക്കെ അധികം സ്റ്റിച്ച് കാണാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ വെച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഓക്കെ ആണോ നീറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഞാൻ അത് പതിച്ചടിച്ച് കൊടുക്കുന്നത്. മുകൾ വശം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷാർപ്പിൻ്റെ കുറച്ച് പുറത്തേക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്ന് വെച്ചിട്ട് അതിന് പുറത്തേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം അങ്ങനെ പതിച്ചടിച്ചിട്ട് പിന്നെ 4 സൈഡും നമ്മൾ ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഫുള്ള് തിരിച്ചിട്ടിട്ട് നമ്മൾ ആ ഭാഗം ചുറ്റിനും ഒരു തയ്യലൊക്കെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആവും കേട്ടോ. ബോഡി പോർഷൻ പിന്നെ നമുക്ക് സൈഡ് മാത്രമേ ലോക്ക് ചെയ്യാൻ വരുന്നുള്ളൂ. സൈഡ് ഞാൻ 1 ഇഞ്ച് വിടുത്തേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ സ്റ്റിച്ചിന്. അപ്പോൾ ആ 1 ഇഞ്ച് വിടുത്തിൽ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ ഫസ്റ്റ് ഞാൻ ബട്ടർഫ്ലൈ കൊടുക്കാം, ബാക്കിലേക്ക് ഒരു ബോ വരുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര സ്റ്റിഫാണ് ഫാബ്രിക്, നന്നല്ല, വെച്ച് നോക്കുമ്പോൾ ഒട്ടും നന്നല്ല. അപ്പോൾ ചുമ്മാ 2 സൈഡും ഓരോ റോപ്പ് മാത്രം കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഞാൻ ആ 1 ഇഞ്ചൊന്ന് മടക്കി വെച്ച് നോക്കാം എങ്ങനെയുണ്ട്, കാണാൻ ലുക്ക് ഉണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് വ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗത്ത് ഞാൻ പിന്നെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മേലത്തെ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതാണ്ട് പകൽ സമയമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ മക്കൾ വന്ന് മക്കളുടെ വർക്കും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി. പിന്നെ രാത്രി കേട്ടോ ഞാൻ ബാലൻസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റും ഇതൊക്കെ കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കേട്ടോ, ഞാൻ 1 ഇഞ്ച് പ്ലീറ്റ്സിൽ, കുട്ടി ഫ്രോക്കാണല്ലോ, അപ്പോൾ 1 ഇഞ്ച് ഇതിലാട്ടോ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫാബ്രിക് എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് വേസ്റ്റിൻ്റെ 4/1 നമ്മളിത് കൊടുക്കണം കേട്ടോ. താഴെ പോർഷൻ എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് വെച്ച് നോക്കുക നമ്മുടെ ഫാബ്രിക്കിൻ്റെ എത്ര വേണം, പകുതി വെച്ച് നോക്കിയാലും ബാലൻസ് പകുതി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അളന്ന് സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ 4 പോർഷനായിട്ട് നമ്മളൊരു നോച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിന് ശേഷം ഞാനൊന്നിങ്ങനെ വെച്ച് നോക്കട്ടോ, പകുതിയോളം വരുന്നുണ്ടോ, കറക്റ്റാണോ, കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ വെച്ച് നോക്കാം. അപ്പം എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബോഡി പോർഷനായിട്ട് അത് ജോയിൻ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടോ, ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പം വേറെ ഒന്നും അതിൽ ഞാൻ ചെയ്തിട്ടില്ല. സൈഡിൽ റോപ്പ് വെച്ചിട്ട് ബോഡി പോർഷനുമായിട്ട് ഞാൻ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ആ 1 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ബോഡി പോർഷൻ ജോയിൻ ചെയ്യുന്ന ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഡീപ്പായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.